വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിരി. എല്ലാവർക്കും സാധ്യമാണ് ചിരി. മനുഷ്യർക്ക് മാത്രം സാധ്യമായ ഒരു കഴിവുമാണ് ചിരി. ചിരി തന്നെ പലതരത്തിലുണ്ട്. പുഞ്ചിരി, കുഞ്ഞുങ്ങളുടെ ചിരി, സാധാ ചിരി, ആക്കിയുള്ള ചിരി, കൊലച്ചിരി. എന്നാൽ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ചിരിയുടെ അംബാസിഡറായ അൽഫോൻസ. പുള്ളിക്കാരത്തിയുടെ ഇൻഫർമേഷൻ, പുള്ളിക്കാരത്തിയുടെ വീഡിയോയാണ്. അല്ല, പുള്ളിക്കാരത്തി ചിരിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അൽഫോൺസ മാത്യു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ചിരി, പുഞ്ചിരി, സ്മൈൽ, പൂന്തഹാസം. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു ദാനമാണ് സ്മൈൽ ചെയ്യാൻ കഴിയുക എന്നത്. വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇതുപോലെ ഒരു ദാനം കിട്ടിയിട്ടില്ല. സ്മൈൽ യൂണിവേഴ്സലാണ്. ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് ഭാഷയിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ഏത് തരക്കാരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ചിരി എന്താണെന്ന് മനസ്സിലാകും. അത് ഹൃദ്യമായ ചിരി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും, നമ്മൾക്കെല്ലാവർക്കും. എൻ്റെ ചാച്ചൻ പറയുമായിരുന്നു, ഒന്ന് ചിരിച്ച് കാണിക്കാൻ, ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനായിട്ട് നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സ്റ്റോറി പറയാം. അത് ശരിക്കും സംഭവിച്ചതാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഒരു എലവേറ്ററിൽ, ഒരു ലിഫ്റ്റിലായിരുന്നു. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മൂന്നാമതൊരാൾ എലവേറ്ററിലേക്ക് കയറി വന്നു, ലിഫ്റ്റിലേക്ക് കയറി വന്നു. ആ ആളോട് ഞാൻ സ്മൈൽ ചെയ്ത് കാണിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സ്മൈൽ ചെയ്തു. അപ്പം പിന്നെ ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങി. ഇന്നത്തെ വെതറിനെ പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയും അതുപോലെ ജോലിയിലെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എളുപ്പം കൂട്ടായി. അപ്പം 30 സെക്കൻഡ് മാത്രം ഉള്ളായിരുന്ന ഒരു കോൺവെർസേഷന് ഇപ്പോൾ ഒരു കൂട്ടായിട്ട് മാറി. അപ്പം പുള്ളിക്കാരി എലവേറ്റർ നിർത്തിയപ്പോൾ ഇറങ്ങിപ്പോയി. എൻ്റെ കൂട്ടുകാരി ഞാനും ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു അതാരായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പം പിന്നെ എന്തിനാണ് ഈ കോൺവെർസേഷൻ തുടങ്ങി? ഞാൻ പറഞ്ഞു ഞാൻ സ്മൈൽ ചെയ്തു, അവൾ സ്മൈൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഏകദേശം 1 മാസം പ്രായമുള്ളപ്പോൾ മുതൽ കുഞ്ഞ് സ്മൈൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് കാണുമ്പം വളരെ സന്തോഷമാണ്. നമ്മുടെ ഹൃദയം കവരുന്ന ഒരു കാര്യമാണ് കുഞ്ഞു പിള്ളേരുടെ സ്മൈൽ എന്ന് പറയുന്നത്. നമ്മൾ ആ കുഞ്ഞിൻ്റെ ഇന്നസെൻറ്റ് സ്മൈൽ കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർ വളരെ സന്തോഷഭരിതരാകും. അതാണ് ദ പവർ ഓഫ് ഇന്നസെൻറ്റ് സ്മൈൽ. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഒരു 20 പേരുടെ മുഖാമുഖമായിട്ടുള്ള അഭിപ്രായം ആരാഞ്ഞു. അതിൽ പലരും പലതരത്തിൽ പറഞ്ഞു. പക്ഷെ അതിൻ്റെ രത്ന ചുരുക്കം, സ്മൈൽ, ഒരാൾ മറ്റുള്ളവരോട് സ്മൈൽ ചെയ്യുമ്പം 1 മൂഡ് എലവേറ്റ് ചെയ്യും, 2 നമുക്ക് സന്തോഷം ഉണ്ടാകും, ചിരിക്കുന്നവർക്കും ചിരി കാണുന്നവർക്കും സന്തോഷം ഉണ്ടാകും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കും, സ്മൈൽ ചെയ്യും. നമ്മുടെ വിഷമങ്ങൾ അന്നേരം എങ്കിലും ഇല്ലാതാകും, ടെമ്പററി ആയിട്ടെങ്കിലും ഇല്ലാതാകും, നമ്മുടെ ടെൻഷൻ കുറയും, നമ്മൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കും, പിണങ്ങിയിരുന്നവർ തങ്ങളിൽ പിന്നെയും പിണക്കം തീരും. ബ്രെയിൻ ചിരിക്കുന്ന സമയത്ത്, സ്മൈൽ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ പല ഹോർമോൺ റിലീസ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എൻഡോർഫിൻസ്. എൻഡോർഫിൻസ് റിലീസ് ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആകും, സന്തോഷമുള്ളവരാകും. അത് മുഖേന പെയിൻ കുറയും. സ്മൈൽ കണ്ടേജിയസ് ആണ്. നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ, നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ സ്മൈൽ ചെയ്യുന്ന 2 കൂട്ടർക്കും ബ്ലഡ് പ്രഷർ കുറയും. റിലാക്സ് ചെയ്യുന്നതുകൊണ്ടും ബ്ലഡ് പ്രഷർ കുറയുന്നതുകൊണ്ടും നമ്മുടെ ഹൃദയത്തിന് അത് നല്ലതാണ്. ഹൃദയത്തിനും നമ്മുടെ നാഡീവ്യൂഹങ്ങൾക്കും രക്തധമനികൾക്കും അത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് സ്മൈൽ ഒരു മെഡിസിൻ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ കൂടുതൽ സ്മൈൽ ചെയ്യുക. നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാനായിട്ട് അടുത്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി തന്നെ നോക്കി സ്മൈൽ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഹാപ്പി സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ അജീസ് ക്രിയേഷൻ. ഇനി ചിരി വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇനി അജീസ് ക്രിയേഷന്റെ വാണിങ്. നിങ്ങൾ ഈ ചിരി വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കാതെ കാണുന്നവരെല്ലാം, യങ്സ്റ്റേഴ്സിനെയും കൊച്ചു പിള്ളേരെയും കൊച്ചു ചെറുക്കന്മാരെയും എല്ലാവരെയും പോയി സ്മൈൽ ചെയ്ത് നിങ്ങൾ ട്രബിളിലായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. യൂസ് യുവർ ഇമാജിനേഷൻ, യൂസ് യുവർ ജ്ഞാനം. ഹാവ് എ വണ്ടർഫുൾ സ്മൈലിംഗ് ഡേ.